ജൈവ കൃഷിക്ക് നാടൻ പശു വേണമെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു രീതി അനുസരിച്ച് അപ്പോൾ നമ്മൾ നാടൻ പശുവിനെ വളർത്തി, നമ്മളതിനൊരു കുറ്റം പറയല്ല, ഇങ്ങനെ പല സാധനങ്ങളും നമ്മൾ ഉണ്ടാക്കി ഒക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് പശുവിൽ നിന്ന് വേറെ പാല് അങ്ങനെയുള്ള ഇതുമായിട്ടൊന്നുള്ള യാതൊരു വരുമാനവും ഇല്ല. അപ്പോൾ നമുക്ക് ഏതൊരു വിദേശ ബ്രീഡ് പശുക്കളെ വളർത്തിയാലും നമുക്ക് ഈ കാര്യം സാധ്യമാണ് എന്നുള്ളൊരു കാര്യം ഞാനിവിടെ തെളിയിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് 2018 നമ്മുടെ തൊഴുത്തിൽ തന്നെ ഉണ്ടായ പശുവാണ്. ഈ പശുക്കളെല്ലാം എൻ്റെ തൊഴുത്തിൽ തന്നെ ജനിച്ചു വളർന്ന പശുക്കളാണ്. പുറത്തുള്ള വിദേശ ബ്രീഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ക്ലൈമറ്റിന് പറ്റില്ല, പെട്ടെന്ന് രോഗങ്ങളൊക്കെ വരും, അങ്ങനെയൊക്കെ പലരും പറയാറ്. ഇതാകുമ്പോൾ നമ്മുടെ ഇവിടെ തന്നെ ജനിച്ചു വളരുമ്പോൾ പ്രശ്നമില്ല. ഇവിടെ നമ്മുടെ ജനിച്ചു വളർന്ന് നമ്മുടെ പറമ്പിൽ പുല്ലുകൾ, നമ്മുടെ പരിചരണം, അങ്ങനെ നമ്മൾ പശുക്കൾക്ക് ഒരു ടെൻഷനും ഇല്ലാതെ അത്യാവശ്യം അഴിച്ചുവിട്ട്, ഇപ്പോൾ സാധാരണ പശുക്കളെയൊക്കെ വലിയ ഫാമുകാരൊക്കെ വളർത്തുന്നതെന്ന് പറഞ്ഞാൽ കോയമ്പത്തൂർ അവിടെ നിന്നൊക്കെ വാങ്ങിക്കൊണ്ടുവരും, എന്നിട്ട് വെറും ഒരു ഇരുട്ടറയിലേക്ക് അങ്ങ് ഇടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ തന്നെ പശുക്കളാകുമ്പോഴേക്കും 2ാം ജനറേഷൻ ആകുമ്പോൾ പ്രശ്നമില്ലാണ്ട് കിട്ടി. ഫസ്റ്റ് ജനറേഷനാണ് ഇത് കംപ്ലീറ്റ്. ഇനിയിപ്പോൾ ഇതൊരു 4ാം ജനറേഷൻ ആകുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഒരു പ്യുവർ ബ്രീഡിലേക്ക് വരും. നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നമ്മളുടെ അതേ കണ്ടീഷനിൽ തന്നെ ഇവിടെ കിട്ടും, അല്ല പാലുൽപാദനം ഉണ്ടാവുകയും ചെയ്യും. ഇവിടെ എത്ര സ്ഥലമുണ്ട്? ഇവിടെ എനിക്ക് 2 ഏക്കർ സ്ഥലമാണുള്ളത്. അപ്പോൾ ഈ 2 ഏക്കർ സ്ഥലത്ത് മുഴുവനും എല്ലാം മിക്സഡ് ആയിട്ടുള്ള കൃഷികളാണ് ചെയ്യുന്നത്. അപ്പോൾ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പശുവിനെ വളർത്തുന്നത്. പാല് വിറ്റിട്ടല്ല ഞാൻ ഇതിൽ നിന്നല്ല. പക്ഷേ പാല് ഇപ്പോൾ 40 ലിറ്റർ പാലോളം ഞാൻ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 പശുക്കൾ ഇപ്പോൾ ചെനയായിട്ട് നിൽക്കുന്നുണ്ട്. 2 ഇപ്പോൾ അടുത്ത് പ്രസവിച്ചതാണ്. ഇതിപ്പോൾ അമ്മയും മോളുമാണ്. ഇതിൻ്റെ ഒരു 3ാമത്തെ കുട്ടിയാണ് അത്, റൊണാൾഡോ എന്ന് പേരാണ്. അതെ അതെ അതെ. അത് നമ്മൾ നെറ്റിൽ അടിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ അച്ഛൻ്റെ ഫോട്ടോ ഇപ്പോൾ തന്നെ കിട്ടും. അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നതാണ് ABS ചാമ്പ്യൻ, ഏറ്റവും മിൽക്ക് കിട്ടുന്നത്. അത് USA. അത് നമുക്ക് നെറ്റ് കിട്ടും. അതിൻ്റെ അത് അപ്പുറത്താണ് ജർമ്മൻ, അവിടെ ആ കിടക്കുന്നത്. അത് നമ്മുടെ KLD ബോട്ടിൻ്റെ ഇറക്കുമതി ചെയ്ത സെവനാണ്. ഇവിടെ തീറ്റ പ്രത്യേകിച്ച് വേറെ എങ്ങനെയാണ്? ഇതിനെന്ന് പറഞ്ഞപ്പോൾ കുറച്ചും കൂടെ ഉൽപ്പാദനം കൂടിയ പശുക്കളാകുമ്പോൾ അതിനനുസരിച്ചുള്ള നമ്മൾ തീറ്റകളും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം. അപ്പോൾ നമ്മുടെ പറമ്പിൽ നിന്ന് കൊടുക്കുന്ന ഈ കാട്, അല്ലെങ്കിൽ ഈ കാട്ടുപുല്ല്, അതൊരു കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ള പുല്ലാണ്. അത് കാരണം എന്ന് പറയുന്നത് നമ്മളത് ജൈവ ഓർഗാനിക് ആയിട്ടുള്ള രീതിയിൽ എല്ലാ പോഷകങ്ങളും എൻ്റെ പറമ്പിലുള്ള കാടുകൾക്ക് കംപ്ലീറ്റ് ഞാൻ അങ്ങനെയുള്ള പോഷകങ്ങൾ കൊടുത്തിട്ടാണ് വളർത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പശുക്കൾക്ക് അത് കഴിച്ചു കഴിഞ്ഞാൽ പാലോൽപാദനം കൂടുന്നുണ്ട്, അതിൻ്റെ ചാണകത്തിൻ്റെ കളർ വരെ മാറുന്നുണ്ട്. അപ്പോൾ അതിന് അത്രയും ഗുണം കിട്ടുന്നുണ്ട്. പിന്നെ ഈ നാടൻ പശുക്കളുടെ ചാണകം, മൂത്രം, അതിനൊക്കെ ഒരു പ്രത്യേക ഗുണമുണ്ട്. ആ ഗുണം ഇതിന് മൊത്തം കിട്ടിയില്ലെങ്കിലും മോശം ഉണ്ടാവില്ല. മോശം. പക്ഷെ അത് നാടൻ പശുവിന്റെ ഉൽപ്പന്നങ്ങളോ അല്ലെങ്കിൽ അതിന്റെ ചാണകം, മൂത്രം മോശമാണെന്നല്ല ഞാൻ. അതിനകത്ത് ബാക്ടീരിയകൾ കൂടുതലുണ്ട്. അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. അത് ശാസ്ത്രീയപരമായിട്ട് തെളിയിക്കപ്പെട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇത് ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ചാണകം കൊണ്ടുവന്നിട്ട് അപ്പാടെ അങ്ങനെ ഉപയോഗിക്കുകയല്ല ചെയ്യുന്നത്. ഏകദേശം 5-6 മാസം മണ്ണിൽ ഉറങ്ങാൻ അനുവദിച്ചതിന് ശേഷമാണ്, അത് കമ്പോസ്റ്റ് ആക്കിയതിന് ശേഷമാണ് ചെടികൾക്ക് നൽകുന്നത്. ജീവാമൃതം അല്ലെങ്കിൽ പഞ്ചഗവ്യം ഉണ്ടാക്കി നമ്മൾ ചെടികൾക്ക് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഹൈ റിസൾട്ടാണ്. പക്ഷെ അത് നമുക്കത് ഉണ്ടാക്കിയെടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, അത് ഇളക്കണം, അങ്ങനെ കോരി ഒഴിക്കണം, അതിനൊക്കെ ഭയങ്കര റിസ്ക്കാണ്. അതിന് ഞാൻ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ പശുവിൻ്റെ മൂത്രം, അതുപോലെ തന്നെ തൊഴുത്ത് കഴുകുന്ന വെള്ളം, പശുവിനെ കുളിപ്പിക്കുന്ന വെള്ളം, ഇതെല്ലാം കൂടെ ഞാൻ അവിടെ ഒരു ടാങ്കിൽ ശേഖരിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു മോട്ടർ, നമ്മൾ സ്ലറി മോട്ടർ ഇട്ട് വെച്ചിരിക്കുക. ഇത് ചെടികൾക്ക് പമ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ കമ്പോസ്റ്റാണ് നമ്മൾ ചെടികളുടെ ചുവട്ടിൽ ഉപയോഗിക്കുന്നത്. കമ്പോസ്റ്റ് ഉപയോഗിക്കുന്നു, അല്ലാതെ നമ്മൾ ഉണക്കച്ചാണനോ പച്ചച്ചാണനോ അങ്ങനെയുള്ള സാധനങ്ങൾ ചെടികളുടെ ചുവട്ടിൽ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഈ കമ്പോസ്റ്റ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ മേലെ നമ്മൾ പുതയിടുന്നു, എന്നിട്ട് ഇത് പമ്പ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്കവിടെ അത്ര വലിയൊരു അധ്വാനം വരുന്നില്ല. ഇപ്പോൾ എനിക്കിവിടെ ഒറ്റ പണിക്കാരില്ല, ഞാനും വൈഫുമാണ് ഇവിടെ. അല്ല, ഞാൻ ചെയ്യുന്ന എല്ലാ ജോലിയും എൻ്റെ വൈഫും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് പണിക്കാരെ വെക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം നല്ല ഹെവി വെയിറ്റ് ഉള്ള പശുക്കളാണ്. ഇപ്പോൾ ഇതുങ്ങളുടെ കാലും കൈയൊക്കെ എല്ലാ ദിവസവും ചലിക്കണം, വ്യായാമം വേണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ, സാധാരണ ഒരു പശുവിനെ ഒരു സ്ഥലത്ത് കെട്ടിയിട്ട് കഴിഞ്ഞാൽ അതിനാകെ കിട്ടുന്ന ഒരു വ്യായാമം എന്ന് പറഞ്ഞാൽ കിടക്കുക, എഴുന്നേൽക്കുക, അത് മാത്രമേ ഉള്ളൂ. അപ്പോഴത്തേക്കും അതിൻ്റെ മുട്ടിന് വേദനയായും ഈ ഒന്നാമത്തെ ബോഡി ഭാരം കൂടുതലേ. അപ്പോൾ ഈ പശുക്കൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വതന്ത്രമായിട്ട് വിട്ട് കഴിയുമ്പോൾ ഇതിന്
ഒരു ടെൻഷനും ഇല്ലാതെ പശുക്കൾക്ക് പോകാനും പറ്റും. അതുപോലെ തന്നെ കുത്തനെയുള്ള കയറ്റം നമുക്ക് തന്നെ കയറാൻ ബുദ്ധിമുട്ട്. ഞാൻ വേണമെങ്കിൽ അവിടെ കാണിച്ചു തരാം സ്ഥലം, പശുവിനെ വേണമെങ്കിൽ കയറ്റി കാണിച്ചു തരാം. കുത്തനെ കയറ്റം വരെ ഈ പശു ഇങ്ങനെ കയറി വരും, കുത്തനെ കയറി വരും. അത് ഈ ഹെവി വെയിറ്റ് ഉള്ള പശു കുട്ടിക്കാലം തൊട്ട് ശീലിച്ചോണ്ടായിരിക്കും. ശീലിച്ചോണ്ടാണ്. അതല്ല, ഇതിന്റെ ആരോഗ്യം അത്ര മെച്ചപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പശുവിനെയാണ് നമ്മൾ എന്താ പറയുക, ടൈറ്റ് ആയിട്ടുള്ള മൂക്കയറൊക്കെ ഇട്ട് നമ്മൾ തൊഴുത്തിൻ്റെ ഉള്ളിൽ തളച്ചിടും.